സ്ഥാനാർത്ഥികളൊക്കെയും തിരക്കിട്ട പ്രചാരണത്തിലാണ്. തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥി ദീപക് ജോയ് നമ്മളൊപ്പം ചേരുകയാണ്. ചേട്ടാ, എവിടം വരെയായി പ്രചാരണങ്ങൾ? പ്രചരണം നല്ല ശക്തമായി പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങൾ അറിയാം. വിജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഈ പോലീസിനെ വരെ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന സ്ഥിതി. ഭരണത്തിന്റെ ധാർഷ്ട്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനം ഇത് തിരിച്ചറിയും, ജനം ഇതിനുള്ള മറുപടിയും കൊടുക്കും. എന്തുകൊണ്ടാണ് ഈ പ്രചരണ ബോർഡുകൾ പോലീസൊക്കെ ഒന്ന് കീറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്? അത് അന്വേഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും വലിയ തോതിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ വെച്ച് പോലും പോലീസ് വണ്ടി രാത്രി 12:30 വന്ന് നമ്മുടെ പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ബോർഡാണ് അടിച്ചു തകർക്കുന്നത്. ഇറക്കി നിലത്തിട്ട് ചവിട്ടി ഒടിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പരാതി ഭയപ്പെടുവാണ്. ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. UDF എന്തെങ്കിലും ചെയർമാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. നടപടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും ജനം മറുപടി കൊടുക്കും. ഇതിനെല്ലാം വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് വൈപ്പിൽ നിന്ന് LDF സ്ഥാനാർത്ഥി ഇങ്ങോട്ടേക്ക് വന്നതിന് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇവിടെയുള്ള ജനങ്ങൾ അതിനെല്ലാം ഉള്ള ഉത്തരമുണ്ട്. തീർച്ചയായിട്ടും വൈപ്പിനിൽ ഒരു തവണ മാത്രം സിറ്റിംഗ് MLA എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി എന്നുള്ളത് CPM ആണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു? അപ്പൊ അതിനുള്ള മറുപടി ജനങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ജനങ്ങൾ അത് കൃത്യമായി പ്രതികരിക്കും. തൃപ്പൂണിത്തുറയിൽ വിജയം ഉറപ്പാണ്. K. ബാബുവിനേക്കാളും ഭൂരിപക്ഷം ഉയർത്തും. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനെക്കാട്ടിയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനം ഏറ്റെടുക്കും. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ വിജയിച്ചു. CPMന്റെ സ്ഥിതി എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ പോയി, മുനിസിപ്പാലിറ്റി പോയി. തീർച്ചയായിട്ടും ഇതിനകത്തെല്ലാം ജനത്തിന്റെ മറുപടി ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ പ്രതിഫലിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയാണ് തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥി ദീപക് ജോയ് നമ്മോട് പങ്കുവെക്കുന്നത്. തന്റെ പ്രചരണ ബോർഡുകൾ കീറുന്ന ഒരു പ്രവണത പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് UDF പ്രവർത്തകരുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.